നച്ചുമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർണാടകയിലുള്ള നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയുടെ എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിൽ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗേറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു കവാടം കടന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് മാസ്തകഡ വനദുർഗ ക്ഷേത്രം കാണാം. മൂകാംബിക ദേവിയുടെ കാവലായി നിൽക്കുന്ന മാസ്തിയമ്മ എന്ന വനദുർഗ ദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അധികം ആർക്കും അറിയില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. മൂകാംബിക ദേവിയെ തൊഴുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാവലാളായി നിൽക്കുന്ന ഈ ഒരു വനദുർഗയിൽ നമ്മൾ നമസ്കരിക്കണം എന്നാണ് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം. നമ്മൾ ട്രെയിനിനോ ബസ്സിനോ ഒക്കെയാണ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ സാധിക്കണമെന്നുമില്ല. നമ്മൾ അതിന് ശേഷം നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിൽ കാണുന്ന അതേ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലൂടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. കൊല്ലൂർ ബസ് സ്റ്റാൻഡാണ് കണ്ടത്. ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ നമ്മൾ റൂം എടുത്തു. ഇവിടെ നമ്മൾ റൂമിന് 2500 ആണ് 24 hours നമുക്ക് ആയിട്ടുള്ളൂ. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു റൂമാണ്. അവിടുന്ന് ഫ്രഷായി ഞങ്ങളെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദി പരാശക്തിയായാണ് മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നത്. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതനമായ കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട്. അതിനാൽ തന്നെ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണിത്. നിലവിൽ ക്ഷേത്രം കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ഭാഗവും കേരളത്തിൽ നിന്നുള്ളവരാണ്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യത്തിലാണ് നമ്മുടെ അമ്പാടിക്കുട്ടനെയും ആദ്യാക്ഷരം കുറിച്ചത്. അതാണ് നമ്മുടെ യാത്രയുടെ പ്രധാന ഉദ്ദേശവും. ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രിമാരൊക്കെ അറിയപ്പെടുന്നത് അടിക എന്നാണ്. അടിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ സമൂഹമാണ് ഇവിടെ ഈ മേൽശാന്തി പദം അല്ലെങ്കിൽ തന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നത്. ഇവർ സാധാരണയായി ദേവിയെ മാത്രം പൂജിക്കുന്നവരാണ്. വിവാഹിതരായവർക്ക് മാത്രമേ അമ്മയെ പൂജിക്കാൻ ഇവിടെ അനുവാദമുള്ളൂ. പ്രതിഷ്ഠ ശിവശക്തി ഐക്യഭാവത്തിലുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊരു നിബന്ധന. ഭഡ് എന്നറിയപ്പെടുന്ന മറ്റൊരു ബ്രാഹ്മണ സമൂഹമാണ് ഇവിടെ കീഴ്ശാന്തിയായി പണി ചെയ്തു വരുന്നത്. സൗപർണിക നദിയുടെ തെക്കേ തീരത്തായിട്ടാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ നദിയിൽ സ്നാനം ചെയ്താൽ നമ്മുടെ പാപങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി എന്നുള്ളൊരു വിശ്വാസം ഇവിടെയുള്ളവർക്കുണ്ട്. അതുപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് കിലോമീറ്റർ ദൂരെയാണ് കുടജാദ്രി മലനിര. കുടജാദ്രിയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരൈതിഹ്യം നിലവിലുണ്ട്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ വിഷമിച്ച ആദിശങ്കരൻ ഈ കുടജാദ്രി മലനിരയിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ച പരാശക്തി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണം എന്നുമുള്ള ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. ഇത് സമ്മതിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു. ശങ്കരനെ പരീക്ഷിക്കാനുറച്ച ദേവി കൊല്ലൂരെത്തിയപ്പോൾ തൻ്റെ പാദസ്വരത്തിൻ്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെ ഉണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ശങ്കരാചാര്യർക്ക് നിർബന്ധമാണെങ്കിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നിർമാല്യ സമയത്ത് താൻ കുടികൊള്ളാമെന്ന് ദേവി അറിയിച്ചുവെന്നും കഥയുണ്ട്. തന്മൂലം തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമാല്യവും അഭിഷേകവും കഴിഞ്ഞതിന് ശേഷമാണ്.
മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ നിന്ന് KSRTC ബസ്സിൽ 1200 രൂപ ടിക്കറ്റിൽ യാത്ര ചെയ്യാവുന്നതാണ്. വൈറ്റില എറണാകുളത്തു നിന്നും 7:30 ബസ് എടുത്താൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് മൂകാംബികയിൽ എത്താൻ സാധിക്കും. ട്രെയിനാണ് കുറച്ചും കൂടെ സൗകര്യമെങ്കിലും ബൈന്ദൂർ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഉടുപ്പിയിലോ ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള യാത്ര കണക്കെടുക്കുമ്പോൾ ബസ്സാണ് എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ ഈ കാണുന്നത് മൂകാംബിക ക്ഷേത്രത്തിലെ രാവിലത്തെ ശീവേലിയുടെ പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ്. രാവിലത്തെ ശീവേലിക്കൊരു പ്രത്യേകതയുണ്ട്. 3 പ്രദക്ഷിണത്തിൽ ആദ്യത്തേത് അടികയുടെ ശിരസിലും, രണ്ടാമത്തേത് പല്ലക്കിൽ ദേവിയെ കിടത്തിക്കൊണ്ടും, മൂന്നാമത്തെ പ്രദക്ഷിണം ഈ രഥത്തിൽ ദേവിയെ പ്രദക്ഷിണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 3 പ്രദക്ഷിണങ്ങളും ശിരസിലേറ്റിയാണ്. ഉത്സവ ദിവസങ്ങളിലും അല്ലാത്ത എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലും ദേവിയെ എഴുന്നള്ളിക്കുന്നത് സ്വർണ്ണരഥത്തിലാണ്. മൂകാംബിക യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുവരെ പോയിട്ടില്ലാത്തവർക്കും പോകാൻ വേണ്ടി ഒരു പ്രചോദനവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും കൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ സീരീസ് ആയിട്ട് കുടജാദ്രി വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. സ്പെഷ്യൽ ദർശനത്തിനായി 100 രൂപ 500 രൂപ കൗണ്ടറുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ വരിക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം.